നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സ്തംഭിച്ചു. ഒരു ദിവസം 50 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിനെതിരായുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സ്തംഭിച്ചത്. ഗുരുവായൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് പരിധിയിലെ ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ബഹിഷ്കരിച്ചു. പരിഷ്കരണം പുനഃപരിശോധിക്കുന്നതുവരെ സമരം തുടരുമെന്ന് സമിതി. മഹാശിവരാത്രിക്കൊരുങ്ങി മഹാദേവ ക്ഷേത്രങ്ങൾ. മഹാവിപത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ കാളകൂടം സ്വയം ഭക്ഷിച്ച പരമശിവനെ വ്രതാനുഷ്ഠാനങ്ങളോടെ ഭക്തജനങ്ങൾ ആരാധിക്കുന്ന ദിവസമാണ് മഹാശിവരാത്രി. സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനുകളായ പെരുമ്പിലാവിലെയും അക്കിക്കാവിലെയും സിഗ്നലുകൾ നിലച്ചിട്ട് ഒരു വർഷം പിന്നിടുന്നു. ട്രാഫിക് നിയന്ത്രണം അവതാളത്തിലായതോടെ ഒരു വർഷത്തിനിടയിൽ 2 ജംഗ്ഷനുകളിലും സംഭവിച്ചത് നിരവധി അപകടങ്ങൾ. എരുമപ്പെട്ടി പഞ്ചായത്ത് 10ാം വാർഡ് പൂങ്ങോട് റോഡിനോട് ചേർന്നുള്ള നെൽപ്പാടം കൃഷി സംരക്ഷണമെന്ന വ്യാജേന കൃഷിസ്ഥലത്തിന് ചുറ്റും മതിലുകെട്ടി വ്യാപകമായി മണ്ണിട്ട് നികത്തുന്നതായി പരാതി. പ്രതിഷേധവുമായി BJP രംഗത്ത്. അനധികൃത പ്രവൃത്തിക്ക് പഞ്ചായത്തും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുന്നുവെന്നും BJP. വിശദമായ വാർത്തയിലേക്ക്. മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായ പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നു. ഡൽഹിയിൽ പ്രകാശ് ജാവ്ദേക്കറിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. കോൺഗ്രസിലെ അവഗണനയെ തുടർന്നാണ് താൻ BJPയിലേക്ക് മാറുന്നതെന്ന് പത്മജ പ്രതികരിച്ചു. KPCC ഭാരവാഹിത്വവും AICC അംഗത്വവും വഹിച്ചിട്ടുണ്ട് പത്മജ. വേദനയോടെയാണ് പാർട്ടി വിടുന്നതെന്ന് പത്മജ പറഞ്ഞു. കോൺഗ്രസുകാർ തന്നെ BJPയാക്കി. K. മുരളീധരന്റെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നതെന്നും പത്മജ പറഞ്ഞു. കഴിഞ്ഞ 2 തവണകളിലായി തൃശൂരിൽ നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെട്ടു. 2004 മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിലും മത്സരിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനം കോൺഗ്രസിന് കനത്ത ആഘാതമാണ് നൽകിയത്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സ്തംഭിച്ചു. ഒരു ദിവസം 50 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിനെതിരായുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സ്തംഭിച്ചത്. ഗുരുവായൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് പരിധിയിലെ ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ബഹിഷ്കരിച്ചു. ഗതാഗത വകുപ്പിന്റെ പരിഷ്കരണം പുനഃപരിശോധിക്കുന്നതുവരെ സമരം തുടരുമെന്നും സമിതി മുന്നറിയിപ്പ് നൽകി. ഗുരുവായൂർ സബ് RTO ഓഫീസിൽ ബുധനാഴ്ച 100 പേരാണ് ടെസ്റ്റിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. ഇവർക്ക് ലഭിച്ച നിർദ്ദേശപ്രകാരം പുലർച്ചെ 5 മണി മുതൽ തന്നെ കൂനമൂച്ചിയിലെ ടെസ്റ്റ് കേന്ദ്രത്തിലെത്തിയെങ്കിലും ഇവരിൽ നിന്ന് സീനിയോറിറ്റി പ്രകാരമുള്ള 50 പേർക്ക് മാത്രമേ ടെസ്റ്റ് നൽകാനാകൂ എന്ന് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ അറിയിക്കുകയായിരുന്നു. ബാക്കിയുള്ളവരുടെ ടെസ്റ്റ് നടത്തുന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്കും വിശദീകരണം നൽകാനായില്ല. ഇതോടെ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതരും ടെസ്റ്റിനെത്തിയവരും ക്ഷുഭിതരായി. ബുധനാഴ്ച വൈകിട്ട് നടന്ന RTOമാരുടെ ഓൺലൈൻ മീറ്റിംഗിലായിരുന്നു ഗതാഗത മന്ത്രി വിവാദമായ നിർദ്ദേശം നൽകിയത്. ഇത് സംബന്ധിച്ച് സർക്കുലറോ രേഖാമൂലമുള്ള മറ്റ് അറിയിപ്പുകളോ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കുകയാണെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി അറിയിച്ചു. നിലവിൽ 3 മാസത്തോളം കാത്തിരുന്നാണ് മിക്കവാറും പേർക്ക് ടെസ്റ്റിന് അനുമതി ലഭിച്ചിട്ടുള്ളത്. ടെസ്റ്റിനെത്തുന്നവരുടെ എണ്ണം 50ആയി കുറച്ചുകൊണ്ടുള്ള നിർദ്ദേശം നടപ്പിലാക്കിയാൽ ഏകദേശം 10 മാസത്തോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവുകയെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. ഇത് ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് സമിതി ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് PC നിഷിൽ, സെക്രട്ടറി MK അരവിന്ദാക്ഷൻ, ജോയിന്റ് സെക്രട്ടറി KR ഷൈൻ എന്നിവർ പറഞ്ഞു. നിലവിലെ ഒരു കുട്ടിക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ 4 മാസത്തോളം കാത്തിരുന്നിട്ടാണ് 120 പേരെ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഇപ്പോൾ സാധിക്കുന്നത്. അപ്പോൾ 50 പേരാക്കി കുറച്ചിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ അത് 9 മാസം അല്ലെങ്കിൽ 10 മാസം ഒരാൾക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വരും. ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി തന്നെ ഗവൺമെൻറ് കൊടുക്കുന്നത് 6 മാസമാണ്. അപ്പോൾ ഒരാൾക്കും ഗവൺമെൻറ് കൊടുക്കുന്ന ഈ ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധിക്കുള്ളിൽ ലൈസൻസ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു ഉത്തരവിൻ്റെ മേലെ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കാനാണ് ഇവിടുത്തെ അസോസിയേഷനും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷയുള്ള എല്ലാ വിദ്യാർത്ഥികളും തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ടെസ്റ്റ് നടത്താനാകൂ എന്ന നിലപാടിലായിരുന്നു ഉദ്യോഗസ്ഥർ. ഇതോടെ പുലർച്ചെ 5 മുതൽ എത്തിയവർ മണിക്കൂറുകളോളം കാത്തുനിന്ന് മടങ്ങി. നിയമങ്ങൾ ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയാകണമെന്നും ജനങ്ങളെ ദ്രോഹിക്കാനുള്ളതാകരുതെന്നും ടെസ്റ്റിനെത്തിയവർ പ്രതികരിച്ചു. ഒരു ഉത്തരവ് ഇറക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഒരു പുതിയ നിയമം വരികയാണെങ്കിലും എല്ലാവരും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞങ്ങളോട് ഇത്ര ആൾക്കാരോടും ചെയ്ത നന്മയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പേഴ്സണലി.
ഇതിപ്പോൾ കുറച്ചാൾക്ക് ചെയ്യാം, കുറച്ചാൾക്കാർക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറ്റില്ലല്ലോ. നമുക്ക് ഓരോ ആവശ്യങ്ങൾ മാറ്റി വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു സംഭവത്തിലേക്ക് വന്നത്. ഞങ്ങൾ ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. എന്നിട്ട് ഞങ്ങളോട് അനീതി ചെയ്യാൻ എങ്ങനെ തോന്നിയെന്ന് അറിയില്ല. എന്താ പറയുക, ഒരു ചർച്ച വെച്ചിട്ട് പറയാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ സമയം ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴും ഞങ്ങൾ നിൽക്കുക. ഞാൻ 5 മണിക്കൊക്കെ വന്നുള്ള ആളാണ്. ഇത്രയായിട്ടും ഒരു നടപടിയും നടന്നിട്ടില്ല. ഒരാൾ പോലും വന്ന് അന്വേഷിച്ചിട്ടുമില്ല. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് പുറത്തിറങ്ങിയ ഉത്തരവ് മെയ് 1 മുതൽ പ്രാബല്യത്തിലാക്കാനായിരുന്നു തീരുമാനം. എന്നാൽ പുതിയ നിർദ്ദേശം ഒറ്റരാത്രി കൊണ്ട് മാറ്റിയത് ടെസ്റ്റിനെത്തിയവർക്ക് ഇരുട്ടടിയായി. ഓൺലൈൻ യോഗത്തിൽ നൽകിയ നിർദ്ദേശം വിവാദമാകുകയും സംസ്ഥാനത്താകെ പ്രതിഷേധ സൂചകമായി ടെസ്റ്റ് ബഹിഷ്കരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ തന്റെ മുൻനിർദ്ദേശത്തിൽ നിന്നും യു-ടേൺ അടിച്ച് തടിയൂരിയിരിക്കുകയാണ് മന്ത്രി. തിങ്കളാഴ്ച വീണ്ടും ടെസ്റ്റ് നടത്തേണ്ടതിന്റെ മാർഗനിർദ്ദേശത്തെക്കുറിച്ച് മന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കാത്തതിനാൽ ഉദ്യോഗസ്ഥരും ടെസ്റ്റിനുള്ളവരുമാണ് വലഞ്ഞിരിക്കുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. റേഷൻ വ്യാപാരികൾ വ്യാഴാഴ്ച റേഷൻ കടകളടച്ച് പണിമുടക്ക് നടത്തി. കേരളത്തിലെ പൊതുവിതരണ മേഖലയോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണന ഒഴിവാക്കുക, റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക, KTPDS ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക, റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന വ്യാപകമായി റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ റേഷൻ കടകളടച്ച് സമരം നടത്തിയത്. പണിമുടക്കിയ റേഷൻ വ്യാപാരികളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കളക്ടറേറ്റിലേക്കും മാർച്ചും ധർണയും നടത്തി. തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സെബാസ്റ്റ്യൻ ചൂണ്ടൽ ഉദ്ഘാടനം ചെയ്തു. കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സെക്രട്ടറി PJ ജോൺ അധ്യക്ഷനായി. നേതാക്കളായ PR സുന്ദരൻ, PD പോൾ, KK സുരേഷ്, P മധു, ജോൺസൺ മാഞ്ഞാള, PK സത്യൻ, PA സാജു, K സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. ബസ്സിൽ മോഷണം. മോഷ്ടാവ് യുവതിയുടെ പണമടങ്ങിയ ബാഗ് കവർന്നു. വേലൂർ സ്വദേശിനി ഹിയാനിയുടെ പണമടങ്ങിയ ബാഗാണ് മോഷ്ടാവ് കവർന്നത്. കഴിഞ്ഞ 2-ാം തീയതി വൈകിട്ട് 3 മണിയോടെയായിരുന്നു സംഭവം. വേലൂരിൽ നിന്നും വിഷ്ണുദേവൻ ബസ്സിൽ കേച്ചേരിയിലേക്കുള്ള യാത്രക്കിടെയാണ് മോഷ്ടാവ് യുവതിയുടെ 5000 രൂപയും ATM കാർഡും ചികിത്സാ രേഖകളും അടങ്ങിയ ബാഗ് കവർന്നത്. സംഭവത്തിൽ മോഷണം നടത്തിയ യുവതിയുടെ CCTV ദൃശ്യങ്ങൾ ബസ്സിൽ ഘടിപ്പിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞു. തുടർന്ന് കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു. പുന്നയൂർക്കുളം പഞ്ചായത്തും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നിർമ്മിച്ച മാഞ്ചിറത്തറയിൽ റോഡ് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ ലീനസ് അധ്യക്ഷത വഹിച്ചു. തറയിൽ മുഹമ്മദ് കുട്ടിയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു പള്ളിക്കര, വാർഡ് മെമ്പർ ദേവകി ശ്രീധരൻ, മുൻ വാർഡ് മെമ്പർ രാജൻ മാസ്റ്റർ, അപ്പു മാസ്റ്റർ, K കുഞ്ഞുമൊയ്തു എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EK നിഷാർ സ്വാഗതവും അലി തറയിൽ നന്ദിയും പറഞ്ഞു. സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനുകളായ പെരുമ്പിലാവിലെയും അക്കിക്കാവിലെയും സിഗ്നലുകൾ നിലച്ചിട്ട് 1 വർഷം പിന്നിടുന്നു. ട്രാഫിക് നിയന്ത്രണം അവതാളത്തിലായതോടെ 1 വർഷത്തിനിടയിൽ 2 ജംഗ്ഷനുകളിലും നിരവധി അപകടങ്ങളാണ് ഉണ്ടായത്. നാട്ടുകാർ പലതവണ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതുവഴി യാത്ര ചെയ്യുന്നവരിലധികവും വിദ്യാർത്ഥികളാണ്. ചീറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിൽ ശ്വാസം അടക്കിപ്പിടിച്ചാണ് ഇവർ റോഡ് മുറിച്ചു കടക്കുന്നത്. അതും ദീർഘനേരം കാത്തുനിന്ന ശേഷം. വാഹനങ്ങളാകട്ടെ ഒരു നിയന്ത്രണവും പാലിക്കാതെയാണ് ഓട്ടം. കോഴിക്കോട്, നിലമ്പൂർ എന്നീ സംസ്ഥാന പാതകളിലേക്ക് തിരിയുന്ന പെരുമ്പിലാവ് ജംഗ്ഷനിൽ സിഗ്നൽ വന്നതോടെ തിരക്കും അപകടവും കുറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ 2 ഭാഗത്തേക്കും തിരിയുന്ന വാഹനങ്ങൾ ഒന്നിച്ച് ജംഗ്ഷനിൽ കയറുന്നത് ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നു. തിരക്കേറിയ സമയങ്ങളിൽ ഹോണടിച്ചും തിക്കിത്തിരക്കിയും എത്തുന്ന വാഹനങ്ങൾ യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. സിഗ്നൽ തെളിയാത്തതിന്റെ കാരണം ഇനിയും അജ്ഞാതമാണ്. കെൽട്രോണിന്റെ കയ്യിലായിരുന്ന അറ്റകുറ്റപ്പണി കരാർ സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതാണ് പ്രശ്നമെന്നും സൂചനയുണ്ട്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. വെളിയങ്കോട് പഞ്ചായത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ലോമാസ് ലൈറ്റുകൾ ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി MLA P നന്ദകുമാറിന്റെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ചാണ് വെളിയങ്കോട് പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ ലോമാസ് ലൈറ്റ് സ്ഥാപിച്ചത്. അറക്കലാങ്കുന്ന്, പാടത്തക്കായിൽ, ഗ്രാമം, പഴഞ്ഞി എന്നിവിടങ്ങളിലാണ് ലൈറ്റ് സ്ഥാപിച്ചത്. പൊന്നാനി MLA P നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ P അജയൻ, വെളിയങ്കോട് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മജീദ് പാടിയോടത്ത്, വാർഡ് മെമ്പർ പ്രിയ, സുനിൽ കാരാട്ടേൽ, സക്കീർ കാളിയത്തേൽ, നിഷാദ്, മുകേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
എരുമപ്പെട്ടി പഞ്ചായത്ത് 10-ാം വാർഡ് പൂങ്ങോട് റോഡിനോട് ചേർന്നുള്ള നെൽപ്പാടം കൃഷി സംരക്ഷണം എന്ന വ്യാജേന കൃഷിസ്ഥലത്തിന് ചുറ്റും മതിലുകെട്ടി വ്യാപകമായി മണ്ണിട്ട് നികത്തുന്നതായി പരാതി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിൽ നടക്കുന്ന ഈ പ്രവൃത്തിക്കെതിരെ യാതൊരു നിയമ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നാരോപിച്ച് BJP പ്രതിഷേധവുമായി രംഗത്തെത്തി. പഞ്ചായത്തും അനുബന്ധ ഓഫീസർമാരും മണ്ണ് മാഫിയകൾക്കും കോറി മാഫിയകൾക്കും ഒത്താശ ചെയ്യുന്ന പ്രവർത്തനമാണ് നടത്തിവരുന്നതെന്ന് BJP ആരോപിച്ചു. BJP എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ മങ്ങാട്, എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കുമാർ കുട്ടഞ്ചേരി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കാരണം ഇത് ഈ 10-ാം വാർഡ് എന്ന് പറയുന്നത് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡും കൂടിയാണ്. അതുപോലെയുള്ള എല്ലാ തരത്തിലുള്ള അഴിമതിയുള്ള സംവിധാനങ്ങൾക്കും ഒത്താശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതിയും ഈ എരുമപ്പെട്ടി പഞ്ചായത്തും. ഇത് കണ്ട് ഈ പാടം പൂർവ്വസ്ഥിതിയിൽ, ഈ മണ്ണ് ഇവിടുന്ന് കോരിച്ച് ഇവിടെ പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. അല്ലാത്ത പക്ഷം ഈ സമരം ഒരു സൂചനയായി കണ്ടുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. മഹാശിവരാത്രിക്കൊരുങ്ങി മഹാദേവ ക്ഷേത്രങ്ങൾ. മഹാവിപത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ കാളകൂടം സ്വയം ഭക്ഷിച്ച പരമശിവനെ വ്രതാനുഷ്ഠാനങ്ങളോടെ ഭക്തജനങ്ങൾ ആരാധിക്കുന്ന ദിവസമാണ് മഹാശിവരാത്രി. മേഖലയിലെ പ്രധാന ശിവക്ഷേത്രങ്ങളായ ചൊവ്വല്ലൂർ ശിവക്ഷേത്രം, പെരുവന്മല ശിവക്ഷേത്രം, ആളൂർ പൊന്മല ശിവക്ഷേത്രം എന്നിവിടങ്ങളിൽ ശിവരാത്രി ആഘോഷത്തിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. വെള്ളിയാഴ്ച രാവിലെ പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കും. രാവിലെ മുതൽ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെടും. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കായി പ്രസാദ ഊട്ടൊരുക്കും. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ രാവിലെ 7 മണിക്ക് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചവാദ്യത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പുണ്ടാകും. ഉച്ചയ്ക്ക് 11:30 മുതൽ അന്നദാനവും ഉണ്ടായിരിക്കും. പൊന്മല ക്ഷേത്രത്തിൽ രാവിലെ 11:30 മുതൽ ഭക്തജനങ്ങൾക്കായി പ്രസാദ ഊട്ട് നടക്കും. തുടർന്ന് ദേശങ്ങളിലെ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാവടി, നാദസ്വരം, തെയ്യം, ശിങ്കാരിമേളം തുടങ്ങിയവ ഉൾപ്പെടെയുള്ള വിവിധ കലാരൂപങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചേരും. പെരുവന്മല ശിവക്ഷേത്രത്തിൽ രാവിലെ 4 മണിക്ക് നട തുറക്കൽ, തുടർന്ന് ഗണപതി ഹോമം, വിശേഷാൽ പൂജകളും രാവിലെ 9 മണി മുതൽ അന്നദാനവും സംഭാര വിതരണവും ഉണ്ടായിരിക്കുന്നതാണ്. ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ വേലവരവുമുണ്ടാകും. ശിവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ച രാത്രി വിവിധ കലാപരിപാടികൾ അരങ്ങേറും. CCTV ന്യൂസ്, കേച്ചേരി. ചോവല്ലൂർ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി 3 ദിവസങ്ങളിലായി നടക്കുന്ന കലാപരിപാടികൾക്ക് തുടക്കമായി. ക്ഷേത്രമൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ പ്രാദേശിക കലാകാരന്മാരുടെ നൃത്യങ്ങളോടെയാണ് കലാപരിപാടികൾക്ക് ആരംഭം കുറിച്ചത്. ഭരണസമിതി പ്രസിഡന്റ് NK ബാലകൃഷ്ണൻ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയതല കരാത്തെ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ അനന്യ, ദിയ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രാദേശിക കലാകാരന്മാരുടെ നേതൃത്വത്തിൽ ആദ്യ ദിനത്തിൽ 25-ലേറെ കലാപരിപാടികളാണ് വേദിയിലെത്തിയത്. വ്യാഴം, വെള്ളി ദിവസങ്ങളിലും ക്ഷേത്രമൈതാനിയിലെ വേദിയിൽ കലാപരിപാടികൾ അരങ്ങേറും. തിച്ചൂർ ശ്രീ വടമന ശിവക്ഷേത്രത്തിൽ നാളെ ശിവരാത്രി മഹോത്സവം ആഘോഷിക്കും. ക്ഷേത്രം തന്ത്രി ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മുതിർന്ന മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഭാസുരേന്ദ്ര ബാബു അന്തരിച്ചു. 75 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സെൻട്രൽ പ്രൊവിഡന്റ് ഫണ്ട് ഉദ്യോഗസ്ഥനായിരുന്ന ഭാസുരേന്ദ്ര ബാബു സർവീസിൽ നിന്നും വിരമിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തന രംഗത്ത് സജീവമാകുകയായിരുന്നു. കൈരളി ചാനലിൽ അദ്ദേഹം അവതരിപ്പിച്ച വർത്തമാനം പരിപാടി ശ്രദ്ധേയമായിരുന്നു. രാഷ്ട്രീയ സാംസ്കാരിക നിരീക്ഷകൻ എന്ന നിലയിൽ ചാനൽ സംവാദങ്ങളിൽ ഇടതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടപെട്ടിരുന്നു. ചാവക്കാട് കടപ്പുറം മേഖല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവെൻഷൻ നടന്നു. ബ്ലാങ്ങാട് SNDP ഹാളിൽ നടന്ന കൺവെൻഷൻ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. നാസർ ബ്ലാങ്ങാട് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, AH അക്ബർ, KV അഷ്റഫ്, PM നൌഷാദ്, പ്രസന്ന ചന്ദ്രൻ, സെമീറ ഷെരീഫ്, റാഹില വഹാബ്, മുഹമ്മദ് എന്നിവർ സംസാരിച്ചു.
ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ വുമൺ ഡെവലപ്മെന്റ് സെൽ IQAC-യുടെ സഹകരണത്തോടെ അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യം പ്രകൃതിയിലൂടെ എന്ന വിഷയത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ശില്പശാലയും ആരോഗ്യ പാനീയങ്ങളുടെ നിർമ്മാണവും പ്രദർശനവും സംഘടിപ്പിച്ചു. കോളേജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല ഗുരുവായൂർ നഗരസഭാ കൗൺസിലറും ശ്രീകൃഷ്ണ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയുമായ ദേവിക ദിലീപ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഡോക്ടർ PS വിജോയ് അധ്യക്ഷനായി. തിരൂർ ഗാന്ധിയൻ നാച്ചുറൽ ഹൈജീൻ ഹോം ഡയറക്ടർ ഡോക്ടർ സർഗാസ്മി വിഷയാവതരണം നടത്തി. വുമൺ ഡെവലപ്മെന്റ് സെൽ കോർഡിനേറ്റർ ഡോക്ടർ ലക്ഷ്മി ശങ്കർ, IQAC കോർഡിനേറ്റർ VN ശ്രീജ, ഡോക്ടർ അമ്പിളി, കോളേജ് യൂണിയൻ ചെയർമാൻ ഇജാസ് എന്നിവർ സംസാരിച്ചു. പ്രകൃതി പാനീയങ്ങളുടെ നിർമ്മാണവും പ്രദർശനവും ശില്പശാലയുടെ ഭാഗമായി നടന്നു. വെളിയങ്കോട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മിന്നാമിന്നികൾ എന്ന പേരിൽ അംഗനവാടി കലോത്സവവും യാത്രയയപ്പും സംഘടിപ്പിച്ചു. ഏരമംഗലം കിളിയിൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന കലോത്സവം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗദാമിനി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാംദാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ മജീദ് പാടിയോടത്ത്, സെയ്തു പുഴക്കര, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ താജുനീസ, ബ്ലോക്ക് മെമ്പർ റംഷാദ്, പഞ്ചായത്ത് മെമ്പർമാരായ റസ്ലത്ത്, സബിത, CDPOമാരായ സൈനബ, അംബിക, ആശാറാണി എന്നിവർ സംസാരിച്ചു. സ്മിത സ്വാഗതവും സുമിത നന്ദിയും പറഞ്ഞു. അംഗൻവാടി കുരുന്നുകളുടെ കലാപരിപാടികൾ ആകർഷകമായി. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിലെ വിവിധ ശാസ്ത്ര പഠന വിഭാഗങ്ങളിൽ അന്തർദേശീയ കോൺഫറൻസ് സംഘടിപ്പിച്ചു. കോളേജിൽ നടന്നുവരുന്ന മെഗാ അക്കാദമിക് ഫെസ്റ്റിന്റെ ഭാഗമായാണ് സെമിനാറുകൾ നടക്കുന്നത്. കോളേജിലെ ഗണിതശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം എന്നീ ശാസ്ത്ര പഠന വിഭാഗങ്ങളാണ് വിവിധ വിഷയങ്ങളിൽ അന്തർദേശീയ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. ഊർജ്ജതന്ത്രം പഠന വിഭാഗം അന്തർദേശീയ കോൺഫറൻസ് എഡിൻബർഗ് സർവകലാശാല സ്കോട്ട്ലൻഡ് ശാസ്ത്രജ്ഞനായ ഡോക്ടർ ലിബു മഞ്ഞക്കൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഗണിതശാസ്ത്ര പഠന വിഭാഗം അന്തർദേശീയ കോൺഫറൻസ് പഴഞ്ഞി MD കോളേജ് ഗണിത പഠന വിഭാഗം മേധാവി ഡോക്ടർ വിബിത കൊച്ചമണിയും, രസതന്ത്ര പഠന വിഭാഗം അന്തർദേശീയ കോൺഫറൻസ് കോഴിക്കോട് സർവകലാശാല രസതന്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബിനീത NNും ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT കമാലുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അൻസാർ ഹയർ എഡ്യൂക്കേഷൻ CEO ഷാജു മുഹമ്മദുണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. ഊർജ്ജതന്ത്ര പഠന വിഭാഗം മേധാവി ഡോക്ടർ റസീൽ റഹ്മാൻ, രസതന്ത്ര പഠന വിഭാഗം മേധാവി ഡ്രീമി സാമു, ഗണിതശാസ്ത്ര പഠന വിഭാഗം മേധാവി സൗമ്യ S, കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ആരിഫ് TA, അധ്യാപികമാരായ കമറുന്നീസ, ഉമൈറ, നാദിയ KV എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. മറ്റം ഫൊറോന മാതൃവേദിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനവും ആദര ചടങ്ങും നടന്നു. ഫൊറോന ദേവാലയത്തിൽ നടന്ന വനിതാ ദിനാചരണം സഹവികാരി ഫാദർ ജോയൽ ചിറമൽ ഉദ്ഘാടനം ചെയ്തു. മാതൃവേദി ഡയറക്ടർ ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത് അധ്യക്ഷനായി. സീറോ മലബാർ മാതൃവേദി ഗ്ലോബൽ പ്രസിഡന്റ് ബീന ജോഷി മുഖ്യാതിഥിയായി. ഫൊറോന സെക്രട്ടറി മിജി ലോറൻസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ഷാജി ജോസഫ് കണക്ക് അവതരണം നടത്തി. ഫൊറോന പ്രസിഡന്റ് കാതറിൻ ആൻഡോ, മറ്റം യൂണിറ്റ് പ്രസിഡന്റ് ജാൻസി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. സീറോ മലബാർ മാതൃവേദി ഗ്ലോബൽ പ്രസിഡന്റ് ബീന ജോഷിയെ ചടങ്ങിൽ ആദരിച്ചു. അക്രമത്തിലും ഭീതിയിലും പെട്ട് കേരള ജനത നട്ടം തിരിയുമ്പോൾ, റോമാ സാമ്രാജ്യം കത്തിയമരുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെപ്പോലെ പിണറായി വിജയൻ മാറുന്നുവെന്ന് K ജയശങ്കർ. പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ച് കാട്ടകമ്പൽ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി ജെറുസലേം സെന്ററിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാട്ടാനകളുടെയും കാട്ടുപോത്തുകളുടെയും കാട്ടുപന്നിയുടെയും അക്രമത്തിൽ ജനം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ കലാലയങ്ങളിലേക്ക് പറഞ്ഞുവിടുന്ന തങ്ങളുടെ കുട്ടികളെയോർത്ത് വിലപിക്കുന്ന മാതാപിതാക്കളുടെ രോദനമാണ് പിണറായി ഭരിക്കുന്ന കേരളത്തിൽ ഉയരുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. നികൃഷ്ടമായ ആക്രമണത്തിൽ സ്വന്തം ജനത വെന്തിരിയുമ്പോൾ സമാശ്വാസമാകേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്നും ജയശങ്കർ പരിഹസിച്ചു. പ്രതിഷേധങ്ങൾ കേരളത്തിലെമ്പാടും ഉയരുകയാണ്. ഭാഗത്ത് കാട്ടാന വന്ന് കൊല്ലുന്നു, മറുഭാഗത്ത് വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് കേരളത്തിനകത്തുള്ള SFI പാവപ്പെട്ട വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചുകൊണ്ട് ഒരവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കേരളത്തിനകത്ത് ഉണ്ടാകുമ്പോൾ ഒരു സർക്കാരിനെ ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കുകുത്തിയാകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പ്രതിയോഗികളെ വകവരുത്തുന്നതിന് വേണ്ടി തങ്ങളുടെ സർക്കാരിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മണ്ണിനെ കലുഷിതമാക്കാൻ ശ്രമം നടത്തുമ്പോൾ കേരളം ഒരു ഭ്രാന്താലയമായി മാറുകയാണോ എന്ന് കേരളത്തിന്റെ ജനത സംശയിക്കുകയാണ്.
നീതിക്കു വേണ്ടി യാചിക്കുന്ന ഇവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദനമുറകൾ ഉപയോഗിച്ച് നിശബ്ദമാക്കാനാണ് കേരളത്തിലെ പോലീസിന്റെ പണിയെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടകമ്പാൽ മണ്ഡലം UDF ചെയർമാൻ MM അലി അധ്യക്ഷത വഹിച്ചു. ലീഗ് നേതാവ് AY മുഹമ്മദ് കുട്ടി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സാംസൺ പുലിക്കോട്ടിൽ MA അബ്ദുൾ റഷീദ്, NK അബ്ദുൾ മജീദ്, സോണി സക്കറിയ, ഇഞ്ചിക്കാലായിൽ മൊയ്തുണ്ണി ഹാജി, അബ്ദുൾ ഗനി, സജു K ഡേവിഡ്, സുബ്രു ഐനൂർ, സത്യൻ പഴഞ്ഞി, ജനാർദ്ദനൻ അതിയാരത്ത്, KV മണികണ്ഠൻ, EK ഇക്ബാൽ, NR ദേവരാജൻ, അശോകൻ കാഞ്ഞിരത്തിങ്കൽ, വേണു കണ്ടിരുത്തി, രവി പഴഞ്ഞി, ജയപ്രകാശ് നടുമുറി, സുബ്രഹ്മണ്യൻ അരുവായി, KK ബിലാൽ, രവി തലേക്കര എന്നിവർ പ്രസംഗിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. പെങ്ങാമുക്ക് ഗവൺമെന്റ് LP സ്കൂളിന്റെ 115-ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ അധ്യക്ഷയായി. പഞ്ചായത്ത്, ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ പങ്കെടുത്തു. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മ വേണുഗോപാൽ എന്നിവർ അക്കാദമിക് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. പൊതുസമ്മേളനത്തിനു ശേഷം കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചൊവ്വന്നൂർ മാർത്തോമ സിറിയൻ LP സ്കൂളിന്റെ 141-ാം വാർഷികാഘോഷമായ ഫെസ്റ്റിൻ ഓ ബീറ്റ്സ് 2024 വിരമിക്കുന്ന പ്രധാന അധ്യാപിക KG സൈജു ടീച്ചർക്ക് യാത്രയപ്പ് സമ്മേളനവും നടന്നു. ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി അധ്യക്ഷയായ ചടങ്ങ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ അജിത് M ചീരൻ ആമുഖ പ്രഭാഷണവും ഫോട്ടോ അനാച്ഛാദന കർമ്മവും നിർവഹിച്ചു. കുന്നംകുളം മാർത്തോമ ഇടവക വികാരി PP കുരുവിള അനുഗ്രഹ പ്രഭാഷണം നടത്തി. സൈജു ടീച്ചറെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി അവതരണവും നടന്നു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്നവല്ലി, PTA പ്രസിഡന്റ് രമേശ് KV, MPTA പ്രസിഡന്റ് ഷീനു ഷാജൻ, BRC കോർഡിനേറ്റർ DG ഡാർവിൻ C, അധ്യാപകരായ പൗളിൻ KK, ഷീബ CS, ബിന്ദു ജോർജ് A, ജിജി K ജോർജ്, റിക്സി CS എന്നിവർ സംസാരിച്ചു. മാനേജ്മെന്റ്, PTA, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ സൈജു ടീച്ചർക്ക് ഉപഹാര സമർപ്പണം നടത്തി. സൈജു ടീച്ചറുടെ മറുപടി പ്രസംഗത്തിനു ശേഷം കുട്ടികളും അധ്യാപകരും ചേർന്ന് അഭിനയിച്ച സമൂഹമാധ്യമങ്ങളുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള മധുരനെല്ലിക്ക ഷോർട്ട് ഫിലിമിന്റെ പ്രദർശനവും നടത്തി. തുടർന്ന് കുട്ടികളുടെയും PTA-യുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. CCTV ന്യൂസ് കുന്നംകുളം. പെരുമ്പിലാവ് അൻസാർ ഹെവൻസ് പ്രീ സ്കൂളിന്റെ 2023-24 അധ്യയന വർഷത്തെ കോൺവൊക്കേഷൻ വർണ്ണാഭമായി ആഘോഷിച്ചു. അൻസാർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൈ 3 വിദ്യാർത്ഥികളായ സിയ, ഫൈഹ എന്നിവർ ഖിറാത്ത് അവതരിപ്പിച്ചു. CEO ഡോക്ടർ നജീബ് മുഹമ്മദ് അധ്യക്ഷനായ ചടങ്ങ് അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ MI അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ തിലാവ, ഹിഫുൽ പാരായണം എന്നിവ നടന്നു. അൻസാർ സ്കൂൾ CEO ഡോക്ടർ നജീബ് മുഹമ്മദ് കുട്ടികൾക്കുള്ള പുരസ്കാര വിതരണം നടത്തി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. ചടങ്ങിൽ പ്രിൻസിപ്പാൾ സുമയ്യ അബ്ദുൾ റഷീദ് സ്വാഗതവും PTA പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകയുമായ റുക്സാന ഇർഷാദ് നന്ദിയും പറഞ്ഞു. ചിറ്റണ്ട ജ്ഞാനോദയം UP സ്കൂൾ 70-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനാഘോഷവും ഫിലിം ആർട്ട് ഡയറക്ടർ AV ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് KK ജേക്കബ് അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റും സ്കൂൾ മാനേജറുമായ S ബസന്തലാൽ സ്കൂൾ പത്രത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീലാദൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് എൻഡോമെന്റ് വിതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ സമ്മാനദാനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ES സുരേഷ്, സ്കൂൾ പ്രധാനാധ്യാപിക PP ലാലി, MPTA പ്രസിഡന്റ് രമ്യ രാജേഷ്, അധ്യാപക പ്രതിനിധി KA ലിൻസി, സ്കൂൾ ലീഡർ A തന്മയ, സ്റ്റാഫ് സെക്രട്ടറി V മിനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ചേംബർ ഓഫ് കൊമേഴ്സ് കുന്നംകുളം വനിതാ വിങ്ങും തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മാർച്ച് 10 ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കുന്ന ക്യാമ്പിൽ വിദഗ്ധ ഡോക്ടർമാർ പരിശോധന നയിക്കും. പ്രമേഹ രോഗികൾക്ക് നേത്ര സംബന്ധമായ അസുഖങ്ങളുണ്ടെങ്കിൽ തുടർ ചികിത്സ ലഭിക്കും. ഹൃദയ സംബന്ധമായ രോഗമുള്ളവർ ചികിത്സിക്കുന്ന ഡോക്ടറുടെ സമ്മതപത്രം കൊണ്ടുവരണം. കൂടുതൽ വിവരങ്ങൾക്ക് 95 44 00 45 53 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 95 44 00 45 53.
തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന്റെ റോഡ് ഷോ വാടാനപ്പള്ളിയിൽ നടന്നു. വാടാനപ്പള്ളി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു റോഡ് ഷോ നടന്നത്. മണലൂർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാടാനപ്പള്ളി പഞ്ചായത്തിൽ നടത്തിയ റോഡ് ഷോയിൽ നൂറുകണക്കിന് പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പം അണിചേർന്നു. തുറന്ന വാഹനത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു റോഡ് ഷോ നടന്നത്. ആദ്യഘട്ടത്തിൽ ആദ്യകാല നേതാക്കളെയും പ്രവർത്തകരെയും പ്രധാന വ്യക്തികളെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്തിയ ശേഷം രണ്ടാം ഘട്ടത്തിലാണ് റോഡ് ഷോ ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥി നിർണയം ആദ്യം പൂർത്തിയായതിനാൽ പ്രചരണത്തിലും വോട്ട് അഭ്യർത്ഥനയിലും ഇടതുമുന്നണിക്ക് ലഭിച്ച മേൽക്കൈ മുതലെടുത്താണ് റോഡ് ഷോ പുരോഗമിക്കുന്നത്. മുരളി പെരുന്നെല്ലി MLA, ഇടതുമുന്നണി നേതാക്കളായ TV ഹരിദാസൻ, KV വിനോദൻ, VN സുർജിത്ത്, KA വിശ്വംഭരൻ, ലതി വേണുഗോപാൽ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, കേച്ചേരി. സംസ്ഥാനത്തെ മികച്ച NCC ഓഫീസർക്കുള്ള ഡയറക്ടർ ജനറലിന്റെ NCC കമൻഡേഷൻ ബാഡ്ജ് മേജർ PJ സ്റ്റൈജുവിന് സമ്മാനിച്ചു. എറണാകുളം ഗ്രൂപ്പ് NCC ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ നാവികസേന മെഡൽ ജേതാവ് കമഡോർ സൈമൺ മത്തായി മേജർ സ്റ്റൈജുവിന് ബാഡ്ജും സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു. ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ AP രഞ്ജിത്ത് അധ്യക്ഷനായി. 24 കേരള ബറ്റാലിയൻ ഓഫീസർ കമാൻഡിംഗ് കേണൽ RL മനോജ്, ക്യാപ്റ്റൻ KN രാജേഷ്, അസോസിയേറ്റഡ് NCC ഓഫീസർ പ്രവീൺ രാമൻ, ഹവിൽദാർ ജഗ്രൂപ് സിംഗ് എന്നിവർ സംസാരിച്ചു. മേജർ PJ സ്റ്റൈജു മറുപടി പ്രസംഗം നടത്തി. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ സ്റ്റൈജു എറണാകുളം ഗ്രൂപ്പിന്റെ കീഴിലുള്ള 24ാം കേരള ബറ്റാലിയൻ NCCയിലെ മേജർ റാങ്കിലുള്ള അസോസിയേറ്റഡ് NCC ഓഫീസറാണ്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ വയോജന സഹായ ഉപകരണങ്ങളുടെ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PT ജോസ് അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ, പഞ്ചായത്ത് അംഗങ്ങളായ NS ജിഷ്ണു, TP പ്രജീഷ്, സെക്രട്ടറി KE ഉണ്ണി, ICDS സൂപ്പർവൈസർ ലീജ എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ 1,70,000 രൂപ വകയിരുത്തി വാർദ്ധക്യ സഹജമായി ശാരീരിക പ്രയാസം അനുഭവിക്കുന്ന രോഗികളെ പരിശോധന നടത്തുകയും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ തെരഞ്ഞെടുത്ത് ഉപകരണങ്ങൾ നൽകുന്ന പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. കേൾവി കുറവുള്ളവർ, ശാരീരിക ബലക്ഷയമുള്ളവർ എന്നിവർക്കായാണ് ക്യാമ്പ് നടത്തിയത്. കലേറ്റുങ്കര നിപ്മർ ഡിസേബിൾ സെന്ററിലെ ഡോക്ടർ സിസ്റ്റർ ബെറ്റ്സിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. CCTV ന്യൂസ്, കേച്ചേരി. കാണിപ്പയ്യൂർ കാണിശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം മാർച്ച് 10, 11 തീയതികളിൽ ആഘോഷിക്കും. തന്ത്രി കുന്നത്തൂർ പടിഞ്ഞാറെടുത്ത വിഷ്ണു ഭട്ടതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മാർച്ച് 10 ഞായറാഴ്ച വൈകിട്ട് രക്ഷോഗ്ന ഹോമം, വാസ്തുബലി, വാസ്തുഹോമം. മാർച്ച് 11 തിങ്കളാഴ്ച രാവിലെ ചതുശുദ്ധി, പഞ്ചഗവ്യം, കലശാഭിഷേകം, കളഭാഭിഷേകം, ശ്രീഭൂതബലിയും ഉച്ചയ്ക്ക് 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പ്രസാദകൂട്ടും നടക്കും. വൈകിട്ട് വെള്ളിത്തിരുത്തി ദിനേശും കലാനിലയം പ്രവീണും ചേർന്ന് അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക ഉണ്ടാകും. LDF പുന്നയൂർ സൗത്ത് മേഖലാ കൺവെൻഷൻ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും കേരള പ്രവാസി സംഘം ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, CPI ഗുരുവായൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി രാജേശ്വരൻ, INL നേതാവ് ബക്കർ ആറ്റുപുറം, CK വേണു, NCP നേതാവ് KU ജാബിർ, KV അബ്ദുൽ കരീം, ഷമീം അഷ്റഫ്, രജനി ടീച്ചർ, ഷർഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. CPIM പുന്നയൂർ സൗത്ത് ലോക്കൽ സെക്രട്ടറി KB ഫസലുദ്ദീൻ സ്വാഗതവും CPIM 12ാം വാർഡ് മെമ്പർ AK വിജയൻ അധ്യക്ഷനും സംഘാടക സമിതി ചെയർമാൻ നസീർ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ തിരുവെങ്കിടത്ത് വാർഡ് കൗൺസിലർ VK സുജിത്തിന്റെ നേതൃത്വത്തിൽ തണ്ണീർക്കുടം സ്ഥാപിച്ചു. തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിന് മുന്നിലാണ് തണ്ണീർക്കുടം സ്ഥാപിച്ചത്. പറവകൾക്ക് കുടിക്കാൻ പരിസരത്തെ വൃക്ഷങ്ങളിൽ മൺചട്ടികൾ വെള്ളം നിറച്ച് സ്ഥാപിച്ചു. മുതിർന്ന പൗരൻ V ബാലകൃഷ്ണൻ നായർക്ക് ദാഹജലം നൽകി കൗൺസിലർ VK സുജിത്ത് ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രവർത്തകൻ ബാലൻ വാർനാട്ട് അധ്യക്ഷത വഹിച്ചു. ഗോപി മനയത്ത്, ശിവദാസ് മൂത്തേടത്ത്, V ബാലചന്ദ്രൻ, മഞ്ജുഷ രവീന്ദ്രൻ, സുരേഷ് കൈതക്കാട്ട്, വാസു തിരുത്തിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് തിരുവത്ര സ്വയംഭൂ മഹാശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. പുലർച്ചെ 4 മണിക്ക് ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നിർമാല്യം, വാകച്ചാർത്ത്, ഗണപതി ഹോമം, ഉഷപൂജ എന്നിവ ഉണ്ടാകും. തുടർന്ന് 11:30 പ്രസാദഊട്ട് ആരംഭിക്കും. വൈകിട്ട് 4 തിരുവത്ര ദേശ കമ്മിറ്റി, ജനമൈത്രി പൂരാഘോഷ കമ്മിറ്റി,
കാള പെരുമ്പടക്കൂട്ടം എന്നീ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഉത്സവങ്ങൾ ആരംഭിച്ച് 6 മണിയോടെ ക്ഷേത്രം അങ്കണത്തിൽ എത്തിച്ചേരും. തുടർന്ന് ശ്രീഭൂതബലിക്ക് ശേഷം എടക്കഴിയൂർ ചുക്കുബസാർ ഭസ്മക്കാവടി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. വൈകുന്നേരം 6:30 ദീപാരാധന, കേളി, കുഴൽപ്പറ്റ്, രാത്രി 8:30 അത്താഴപൂജ, ശ്രീഭൂതബലി എന്നിവ ഉണ്ടാകും. രാത്രി 10 മണിക്ക് ഡബിൾ തായമ്പക, കലാപരിപാടികൾ എന്നിവയുണ്ടായിരിക്കും. പുലർച്ചെ 3 തിടമ്പ് എഴുന്നള്ളിപ്പോടെ ഉത്സവം സമാപിക്കും. ക്ഷേത്രം ഭാരവാഹികളായ പ്രസിഡന്റ് KM തനീഷ്, സെക്രട്ടറി MA ജനാർദ്ദനൻ, ട്രഷറർ KM ഷാജി, മാതൃസമിതി പ്രസിഡന്റ് സുമ ഗംഗാധരൻ, സെക്രട്ടറി ധന്യ ജയരാജൻ, പുഷ്പ ഭരതൻ തുടങ്ങിയവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, ചാവക്കാട്. പഴുന്നാന ദേവീസഹായം സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി അധ്യക്ഷയായ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ K രാമകൃഷ്ണൻ ഉപഹാര സമർപ്പണവും, ചൊവ്വന്നൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്നകുമാരി എൻഡോമെന്റ് വിതരണവും, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രജിത ഷിബു കുട്ടികൾ നിർമ്മിച്ച ഡിക്ഷണറിയുടെ പ്രകാശനവും നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ഷഹീദ് M, സത്യവതി ടീച്ചർ, ശരത് കുമാർ, ചൊവ്വന്നൂർ BPC ഡോക്ടർ ലിജു P, PTA പ്രസിഡന്റ് PK ഉമ്മർ, AJ ശങ്കരനാരായണൻ, ഷഹന KH, നാരായണൻ നമ്പൂതിരി, ജീസ് K ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക മേരി K സൈമൺ സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി വിമി C വിൽസൺ നന്ദിയും പറഞ്ഞു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായി. കുന്നംകുളം നഗരസഭയും കുന്നംകുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും ചേർന്ന് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 20-ാം വാർഡ് ആശീർവാദ് അങ്കണവാടിയിൽ നടന്ന ക്യാമ്പ് വാർഡ് കൗൺസിലർ മിനി മോൺസി ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിഥു K തമ്പി അധ്യക്ഷനായി. യോഗ ചെയ്യുന്നതിനെക്കുറിച്ചും യോഗയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചും ആയുർവേദ ഡിസ്പെൻസറി യോഗ ഇൻസ്ട്രക്ടർ സന്ധ്യ ബാബു ക്ലാസ് നയിച്ചു. യോഗത്തിന് ADS മെമ്പർ ആനി സ്വാഗതവും അംഗൻവാടി വർക്കർ അജിത നന്ദിയും പറഞ്ഞു. തുടർന്ന് രോഗനിർണയവും സൗജന്യ മരുന്ന് വിതരണവും നടന്നു. കരിക്കാട് CMLP സ്കൂളിന്റെ 97-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്തി. വാർഡ് മെമ്പർ V ഉഷയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് കടവല്ലൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയകുമാർ പുളയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ഷൈനി ടീച്ചർ സ്വാഗതം പറഞ്ഞു. സ്റ്റാഫ് സെക്രട്ടറി ഷേബ ടീച്ചർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു ധർമ്മൻ, വാർഡ് മെമ്പർ സൗദ, സ്കൂൾ മാനേജർ PT ടെറിഷ്, OSA പ്രസിഡന്റ് ഷൌക്കത്ത്, PTA പ്രസിഡന്റ് ഷബീർ AV, നാജിയത്ത്, റിട്ടയർഡ് പ്രധാന അധ്യാപിക റീന ടീച്ചർ, സ്റ്റാഫ് പ്രതിനിധി ബിന്ദു ടീച്ചർ, സ്കൂൾ ലീഡർ മുഹമ്മദ് അമാൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. എൻഡോമെന്റ് വിതരണവുമുണ്ടായി. സ്റ്റാഫ് പ്രതിനിധി മുഹമ്മദ് ആസാദ് നന്ദി പറഞ്ഞു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. പഴഞ്ഞി മാർ ബസേലിയോ സ്കൂളിന്റെ 130-ാം വാർഷികാഘോഷം സെനേറിയ 2K24 വർണ്ണാഭമായി. വർണ്ണശബളമായ വിളംബര ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷകർത്താക്കളും പള്ളി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. വാർഷികാഘോഷം സ്കൂൾ മാനേജർ ഫാദർ ജോൺ ഐസക്കിന്റെ അധ്യക്ഷതയിൽ കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ഗാനരചയിതാവ് BK ഹരിനാരായണൻ മുഖ്യാതിഥിയായി. ഞാൻ കൊച്ചിയിൽ ഞങ്ങളുടെ ഒരു വർക്കിന്റെ സ്വഭാവം മൂലം കൊച്ചിയിലായിരുന്നു വർക്ക്. അത് കഴിഞ്ഞ് ഇനി എനിക്ക് തൃശ്ശൂർ വേറൊരു വർക്കിന് പോവുകയും വേണം. രാത്രി അവിടെ നാളെ റെക്കോർഡിംഗ് ഉള്ളതാണ്. അപ്പം ഇന്നത് എഴുതി തീർക്കാൻ വേണം. അപ്പോൾ വാർഷികാഘോഷത്തിൽ LSS നേടിയ ആദിദേവ് PH, കാലിക്കറ്റ് സർവകലാശാല MSc മൈക്രോബയോളജിയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥി റിയ P റോയ് മറ്റ് ഉന്നത വിജയം നേടിയവരെയും അനുമോദിച്ചു. സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സഹവികാരി ഫാദർ ആന്റണി പൗലോസ് സമ്മാനദാനം നിർവഹിച്ചു. കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ NK ഹരിദാസൻ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ, വാർഡ് മെമ്പർ സിന്ധു, പഴഞ്ഞിപ്പള്ളി ട്രസ്റ്റി സന്തോഷ് CJ, സെക്രട്ടറി സലിൽ P സൈമൺ, MB ഉമ്മർ മാസ്റ്റർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളുമുണ്ടായി. ഹെഡ്മാസ്റ്റർ ജിബ്ലസ് ജോർജ് സ്വാഗതവും PTA പ്രസിഡന്റ് ജീമോൻ ജെയിംസ് നന്ദിയും പറഞ്ഞു. ഹെഡ്മാസ്റ്റർ ജിബ്ലസ് ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി ഫെമി വർഗീസ്, PTA പ്രസിഡന്റ് ജീമോൻ ജെയിംസ്, MPTA പ്രസിഡന്റ് ജൂബി സജി, PTA വൈസ് പ്രസിഡന്റ് MK ലക്ഷ്മണൻ, PTA ഭാരവാഹികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
CCTV ന്യൂസ് പെരുമ്പിലാവ്. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്മാർട്ട് അംഗൻവാടിയാക്കി മാറ്റിയ എരമംഗലം ചേരിക്കല്ല് 140 നമ്പർ അംഗൻവാടി കുരുന്നുകൾക്ക് സമർപ്പിച്ചു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പരിധിയിലെ മുഴുവൻ അംഗൻവാടികളും ശിശു സൗഹൃദവും സ്മാർട്ട് അംഗൻവാടികളുമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ പി റംഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെമ്പർമാരായ പി അജയൻ, പി നൂറുദ്ദീൻ എന്നിവരും പൊതുപ്രവർത്തകരായ പ്രകാശൻ മഞ്ചേരി, ഭുവനേഷ് കുമാർ എന്നിവരും സംസാരിച്ചു. അംഗൻവാടി ടീച്ചർ സിന്ധു സ്വാഗതവും ദാസൻ ചെറാത്ത് നന്ദിയും പറഞ്ഞു. വരവൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണം 2023-24 പദ്ധതിയിൽ ഉൾപ്പെടുത്തി തളി LP സ്കൂളിൽ നിർമ്മിച്ചു നൽകിയ വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി സുനിത നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA ഹിദായത്തുള്ള, അംഗം TM ബീവാത്തുകുട്ടി, സ്കൂൾ പ്രധാനാധ്യാപിക P പത്മജ, PTA പ്രസിഡന്റ് MR രതി മോഹൻ, സ്കൂൾ ലീഡർ മുഹമ്മദ് ഇർഷാദ് എന്നിവർ സംസാരിച്ചു. 7 വയസ്സുകാരന്റെ ചിന്ത വാനോളം ഉയർന്ന സമർ ലോൺ പുസ്തക പ്രകാശനം നാസ മീഡിയ റിസോഴ്സ് പേഴ്സൺ അബ്ദുൾ ഗഫൂർ നിർവഹിച്ചു. ചമ്മന്നൂർ അമൽ ഇംഗ്ലീഷ് സ്കൂൾ മെറിറ്റ് ഡേയുടെ നിറഞ്ഞ സദസ്സിലാണ് പുസ്തക പ്രകാശനം നടത്തിയത്. ചമ്മന്നൂർ അമൽ സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇഹാൻ ഫാസ് ബിൻ ഷിയാസ് എന്ന 7 വയസ്സുകാരനാണ് സമർ ലോൺ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. ബഹിരാകാശ യാത്രയെക്കുറിച്ച് പഠിച്ചതും കേട്ടതുമായ സംഭവങ്ങൾ ഇഹാന്റെ സങ്കല്പത്തിലൂടെ എഴുതി പുസ്തകരൂപത്തിലാക്കിയതാണ് സമർ ലോൺ. പുന്നൂർക്കുളം ചമ്മന്നൂർ അമൽ ഇംഗ്ലീഷ് സ്കൂളിൽ 2ാം ക്ലാസ്സുകാരനായ ഇഹാൻ വെള്ളാങ്ങല്ലൂർ സ്വദേശി ഷിയാസ് കെൻസി ദമ്പതികളുടെ മകനാണ്. മെറിറ്റ് ഡേയുടെ ഭാഗമായി അക്കാദമിക് വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക രംഗത്ത് ജില്ലാ സംസ്ഥാന മേഖലയിൽ മികവ് തെളിയിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി അമൽ സ്കൂൾ പ്രിൻസിപ്പാൾ അബ്ദുൾ ഗഫൂർ നാലകത്ത് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ മുഹമ്മദ് അലി പഷ്ണത്തയിൽ അധ്യക്ഷത വഹിച്ചു. അമൽ ചാരിറ്റബിൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, PTA ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വൈസ് പ്രിൻസിപ്പാൾ ലിഷ് ടീച്ചർ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ സുബി ടീച്ചർ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് പുന്നൂർക്കുളം. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസ് DL യൂണിറ്റും കുന്നംകുളം നഗരസഭയും ചേർന്ന് സൗജന്യ ത്വക്ക് രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന ക്യാമ്പ് നഗരസഭ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു. ലെപ്രസി ഓഫീസർ അസിസ്റ്റന്റ് B സാബു മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ, ഡോക്ടർ സ്മിത, ഡോക്ടർ അനൂപ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന് വിദഗ്ധരായ ത്വക്ക് രോഗ വിഭാഗം ഡോക്ടർമാർ നേതൃത്വം നൽകി. മരുന്ന് വിതരണവുമുണ്ടായി. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ക്യാമ്പ് 1 മണിയോടെ സമാപിച്ചു. വരവൂർ പഞ്ചായത്ത് SC വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. വനിതാ പരിശീലന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിമല പ്രഹ്ലാദൻ, TA ഹിദായത്തുള്ള, അംഗങ്ങളായ VK സേതുമാധവൻ, M വീരചന്ദ്രൻ, K ജിഷ, PK അനിത, TM ബീവാത്തുകുട്ടി, വരവൂർ LP സ്കൂൾ പ്രധാനാധ്യാപിക K ഉഷാകുമാരി എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം ചൊവ്വന്നൂർ കൊടുവായൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആലുവ തന്ത്രവിദ്യാപീഠത്തിലെ ആചാര്യന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് നടന്ന ശുദ്ധി ചടങ്ങുകളോടെയാണ് ശിവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ശിവരാത്രി ദിവസമായ വെള്ളിയാഴ്ച രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഇളനീർ അഭിഷേകം, നവകം പഞ്ചഗവ്യം, 100 കുടം ധാര, ഉച്ചപൂജ എന്നിവയും വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, മറ്റു വിശേഷാൽ പൂജകൾ, ശ്രീഭൂതബലി തുടങ്ങിയവയും നടക്കും. അന്നേ ദിവസം ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ പ്രസാദഊട്ടും ഉണ്ടായിരിക്കും. രാത്രി ക്ഷേത്രാങ്കണ വേദിയിൽ ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളുടെ നൃത്യങ്ങളും ഗാനമേളയും ഉണ്ടായിരിക്കും. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ മരണം. കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പുന്നൂർക്കുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കുന്നത്തൂരിൽ നിന്നും ആരംഭിച്ച പ്രകടനം ആൽത്ര സെന്റർ ചുറ്റി സമാപിച്ചു. DCC ജനറൽ സെക്രട്ടറി AM അലാവുദ്ദീൻ, മണ്ഡലം പ്രസിഡന്റ് PP ബാബു, മറ്റ് നേതാക്കളായ മൂസ ആലത്തയിൽ, P രാജൻ, കുന്നംകാട്ടയിൽ അബൂബക്കർ, ടിപ്പു ആറ്റുപുറം, സലിൽ അറക്കൽ, ഇസഹാഖ് ചാലിൽ, റാഫി മാലിക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി.
ചാലിശ്ശേരി കുവേശ്വര ശിവഭഗവതി ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം വെള്ളിയാഴ്ച നടക്കും. വെള്ളിയാഴ്ച രാവിലെ 5 മണിക്ക് പള്ളി ഉണർത്തൽ, നിർമ്മാല്യം, അഭിഷേകം, നിവേദ്യം, ബ്രഹ്മകലശം, തുടർന്ന് ഉഷപൂജ, സോപാന സംഗീതം, പന്തീരടി പൂജ, ഉച്ചപൂജ എന്നിവയുണ്ടാകും. വൈകിട്ട് 5:30 ദീപാരാധന, കേളി, 11:30 യാമദ്രവ്യ കലശപൂജ, പുലർച്ചെ 5:30 ബലി എന്നിവ ക്ഷേത്രത്തിൽ നടക്കും. രാവിലെ മുതൽ വൈകിട്ട് വരെ കേളിയോടുകൂടി വാദ്യമേള സമർപ്പണം, ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 വരെ തിറയാട്ടം, 6:30 തിരുവാതിരക്കളി, 7 നൃത്തനൃത്യങ്ങൾ, രാത്രി 9 മിമിക്സ് കരോക്കെ പരിപാടി നടക്കും. പരിപാടികൾക്ക് ശിവഭഗവതി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാജൻ, സെക്രട്ടറി ബാലൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകും. പെങ്ങാമുക്ക് പീഡികേശ്വരം ശിവക്ഷേത്രത്തിൽ ശിവരാത്രിയോടനുബന്ധിച്ച് വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ രാത്രി ഗാനമേള നടക്കും. വെള്ളിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾ, അഭിഷേകം, നിവേദ്യം, ഉച്ചപൂജ എന്നിവയുണ്ടാകും. 2 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകളും തുടങ്ങും. 5:30 കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിക്കും. 6:15 ദീപാരാധന, തുടർന്ന് തന്ത്രി വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നവകം, പഞ്ചഗവ്യം, അഭിഷേകങ്ങൾ, അത്താഴപൂജ, ശ്രീഭൂതബലി എന്നിവയുണ്ടാകും. പുലർച്ചെ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പോടെയാണ് സമാപനമാവുക. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,985 രൂപ, പവന് 47,880 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 79 രൂപ. ചരമം. എളവള്ളി പഞ്ചായത്ത് മുൻ അംഗം KO ബാബുവിന്റെ മാതാവ് വാഗ കണ്ണനായ്ക്കൽ ഔസേപ്പ് ഭാര്യ LC നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് വാഗ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ബേബി, ബീന എന്നിവരാണ് മറ്റു മക്കൾ. കുന്നംകുളം കാണിപ്പയ്യൂർ ഉഭയൂർ ക്ഷേത്രത്തിന് സമീപം മേൽവീട്ടിൽ കോരപ്പൻ മകൻ ബാലൻ നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ശാരദ ഭാര്യയും സുധീർ, ഷജിൽ, പ്രീത, സന്തോഷ് എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടി കുന്നത്തേരി വാഴപ്പള്ളി വറുതുണ്ണി മകൻ പൗലോസ് നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ദേവാലയത്തിൽ നടക്കും. മർത്ത ഭാര്യയും വർഗീസ് അബ്രഹാം എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സ്തംഭിച്ചു. ഒരു ദിവസം 50 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശത്തിനെതിരായുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സ്തംഭിച്ചത്. ഗുരുവായൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് പരിധിയിലെ ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ബഹിഷ്കരിച്ചു. പരിഷ്കരണം പുനഃപരിശോധിക്കുന്നതുവരെ സമരം തുടരുമെന്ന് സമിതി. മഹാശിവരാത്രിക്കൊരുങ്ങി മഹാദേവ ക്ഷേത്രങ്ങൾ. മഹാവിപത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ കാളകൂടം സ്വയം ഭക്ഷിച്ച പരമശിവനെ വ്രതാനുഷ്ഠാനങ്ങളോടെ ഭക്തജനങ്ങൾ ആരാധിക്കുന്ന ദിവസമാണ് മഹാശിവരാത്രി. സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനുകളായ പെരുമ്പിലാവിലെയും അക്കിക്കാവിലെയും സിഗ്നലുകൾ നിലച്ചിട്ട് 1 വർഷം പിന്നിടുന്നു. ട്രാഫിക് നിയന്ത്രണം അവതാളത്തിലായതോടെ 1 വർഷത്തിനിടയിൽ 2 ജംഗ്ഷനുകളിലും സംഭവിച്ചത് നിരവധി അപകടങ്ങൾ. എരുമപ്പെട്ടി പഞ്ചായത്ത് 10ാം വാർഡ് പൂങ്ങോട് റോഡിനോട് ചേർന്നുള്ള നെൽപ്പാടം കൃഷി സംരക്ഷണമെന്ന വ്യാജേന കൃഷിസ്ഥലത്തിനു ചുറ്റും മതിലുകെട്ടി വ്യാപകമായി മണ്ണിട്ട് നികത്തുന്നതായി പരാതി. പ്രതിഷേധവുമായി BJP രംഗത്ത്. അനധികൃത പ്രവൃത്തിക്ക് പഞ്ചായത്തും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കൂട്ടുനിൽക്കുന്നുവെന്നും BJP. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.